വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. ബിഗ് ബോസ് താരം 1141 വോട്ടുമായിട്ട് 3ാം സ്ഥാനത്താണ്. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 ആനമണ്ഡലം ചക്ക എല്ലാം ചീഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു മഴ പെയ്ത് തോന്നുന്നൊരു പ്രതീതിയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. ഇതുവരെ ഇലക്ഷൻ്റെ റിസൾട്ട് കാണുകയായിരുന്നു. 102 സീറ്റ് UDF, 35 സീറ്റല്ലേ, 35 സീറ്റ് LDF, 3 NDAക്ക്. ഇതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ആദ്യം ആ വിഷയം പറഞ്ഞതിന് ശേഷം എന്താണ് ഈ പ്രമുഖ താരങ്ങൾക്ക്, നമ്മൾ ഏറെ സംസാരിച്ചിട്ടുള്ള ഈ പ്രമുഖ താരങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ ഇലക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എല്ലാ പാർട്ടിക്കാരും നമുക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു റിസൾട്ടിൽ അത്ഭുതമില്ല. കാരണം 10 വർഷം തുടരെ ഇങ്ങനെ ഭരിച്ചൊരു പാർട്ടിക്ക് ഈ രീതിയിലെങ്കിലും നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, UPA സർക്കാർ ആദ്യം 5 വർഷം നല്ല രീതിയിൽ ഭരിച്ചു. അതിന് ശേഷമുള്ള 5 വർഷം കൂടെ അവർക്ക് കിട്ടിയതിന് ശേഷമാണ് ഒരിക്കലും ഭരിക്കാൻ കഴിയാത്ത വിധം UPA സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് മാറിപ്പോയത്, കോൺഗ്രസിന് ഇല്ലാതായത്. അതായത് ആ ഒരു 10 വർഷം കൊണ്ട് BJP അത്രയും അധികം എന്താ പറയുക ശക്തി ആർജിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുശേഷം 15 വർഷമായിട്ടും BJPയുടെ ഇടയിലാണ്. ഇനി ഒരു പക്ഷേ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലൊരു പാറ്റേണാണ് ഇവിടെ നടന്നത്. അടുപ്പിച്ച് 10 വർഷം LDFന് കിട്ടുന്നു. അതിനുശേഷം സ്വാഭാവികമായി ഈ രീതിയിലൊരു വലിയ വിജയം തന്നെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വരുന്ന ഈ 5 വർഷം 2031 ഇലക്ഷനിൽ ഇവരുടെ ഭരണം മോശമായി പോവുകയാണെങ്കിൽ, നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ചിട്ട് മോശമായി പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു തോൽവിയിലേക്ക് ഇനി കോൺഗ്രസ് പോകും. അല്ലാതെ ഈ പറയുന്നതോടെ ഇത് വലിയ ഇഴകീറി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും 10 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ BJPയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 3 സ്ഥലത്ത് ജയിച്ചത് വലിയ നേട്ടം തന്നെയാണ്. ആ 3 സ്ഥലത്ത് തുച്ഛമായ വലിയ ഭൂരിപക്ഷത്തിനല്ലെങ്കിൽ തുച്ഛമായ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്. അത് എങ്ങോട്ടേക്കും പോകാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. ചെറിയ വേരിയേഷനിൽ മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രമുഖ താരങ്ങളുടെ അവസ്ഥ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഇലക്ഷനിൽ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ച സെലിബ്രിറ്റി പരിവേഷമുള്ള താരങ്ങളായിരുന്നു ബിഗ് ബോസ് താരങ്ങളായ അഖിൽ മാരാർ, റോബിൻ, പിന്നെ സിനിമാ താരമായ അഞ്ജലി. ഇതിൽ അഞ്ജലിയാണ് ഭേദപ്പെട്ട പ്രകടനം. 29,000 എന്തോ വോട്ട് തൃപ്പൂണിത്തറയിൽ പിടിച്ചെന്നാണ് തോന്നുന്നത്. അഖിൽ മാരാരുടെ റോബിന്റെ അവസ്ഥ ഏറെ ദയനീയമാണ്. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനും കൊണ്ട് ഒരു ഉപകാരം ഇല്ലാതായി പോയ 2 വ്യക്തികൾ ഇവരാണെന്നാണ്. പ്രത്യേകിച്ച് അഖിൽ മാരാരുടെ അവസ്ഥ. അഖിൽ മാരാർ സ്വന്തമായിട്ട് ഒരുപാട് കയ്യിൽ നിന്ന് പൈസ മുടക്കിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിലാണെന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട്. ലക്ഷ്മിയും കൊണ്ട് ആശുപത്രിയിലാണ്. ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏറ്റവും അധികം രസകരമായിട്ടുള്ള ട്രോള് വന്നതും ഇവരെക്കുറിച്ചാണ്. ആ ട്രോളുകളൊന്ന് കണ്ടതിന് ശേഷം ഇവർക്കുണ്ടായ ആ നഷ്ടത്തിന്റെ വ്യാപ്തി നമുക്കൊന്ന് പരിശോധിക്കാം. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച്. എൻ്റെ ഒരു സംശയം, തോക്കുമെന്ന് ഇത്രയും അധികം ഉറപ്പുണ്ടായിട്ടും ഇത്രയും വലിയൊരു കോൺഫിഡൻസ് ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ ഒരു പാഹ്യം ഓൻ കാണിക്കേണ്ട ഒരു സാരി എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും പൈസ വെറുതെ മുടക്കി, ഓൻ സ്വന്തമായിട്ട് പൈസ മുടക്കി 2020 മാത്രമല്ല കയ്യിൽ നിന്ന് പൈസ ഇട്ട് ഫ്ലക്സൊക്കെ ഒരുപാട് വെച്ചെന്നാണ് പറയുന്നത്. ഓരോ അവസ്ഥ എന്തുമാത്രം പൈസ കടം എടുത്തിട്ടുണ്ടാവും. റോബിൻ്റെ കാര്യം എടുത്താലും ഇത് തന്നെ അവസ്ഥ. ഇതൊന്ന് നോട്ട് ചെയ്തോ. കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. ബിഗ് ബോസ് താരം 1141 വോട്ടുമായിട്ട് 3ാം സ്ഥാനത്താണ്.
നല്ലൊരു പണി കയ്യിലുണ്ടായിട്ട് ഡോക്ടറാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനിരിക്കുക. ആദ്യം ബിഗ് ബോസിൽ പോയതിന് ശേഷം പിന്നെ സിനിമയിലേക്ക് പോകുന്നു, സിനിമ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം സിനിമയല്ല തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് ഓൻ എന്താ പറയുക, ഈ പറഞ്ഞ കണക്ക് രാഷ്ട്രീയമായിരുന്നു താൻ ലക്ഷ്യമിട്ടതെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുവാണ്. കുണ്ട്രയിൽ വലിയ പ്രതീക്ഷ ഓനിക്ക് തന്നെ ഉണ്ടായിരുന്നു. കുണ്ട്രയിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരും, നരേന്ദ്രമോദിജിയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അമ്മമാരെയൊക്കെ കയ്യിലെടുക്കാനൊരു ശ്രമം ഓൻ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വില പോയില്ല. ദയനീയമായ രീതിയിൽ ഒരുപക്ഷെ ഓനയില്ല സിനിമയിൽ പോയി വലിയ സ്റ്റാർ ആവുമെന്ന് ആൾക്കാർ പറഞ്ഞ് അന്ന് തെറ്റിദ്ധരിച്ച കണക്കാൻ ആള് പാവമാണ്. അപ്പോൾ തെറ്റിദ്ധരിച്ച പോലെ ഇവിടെയും തെറ്റിദ്ധാരണ ഉണ്ടായി, താൻ ഒരുപക്ഷെ ജയിക്കാമെന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഓനിക്ക് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ സാമ്പത്തിക നഷ്ടം ഒരുപാട് ഉണ്ടായി കാണും. ചിലർ പറയുന്നുണ്ട് റോബിനിക്ക് പൈസ കൊടുത്തു, അതായത് BJP-ക്കാർ പൈസ കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പൈസ കൊടുത്തിട്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലവ് കൊടുത്തേക്കാം, പിന്നെ കയ്യിൽ നിന്ന് എന്തായാലും ഒരുപാട് പൈസ ചിലവാകും. ഈ ഒരു ഇലക്ഷനിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ഇവർ വർക്കുകളൊക്കെ ചെയ്തതുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ നല്ല രീതിയിൽ പൈസ ചിലവായിട്ടുണ്ട്. അവർ ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും തിരിച്ചു കിട്ടുന്നതല്ല. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ്. ഇതുപോലൊരവസ്ഥ ഒരു താരങ്ങൾക്ക് ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇവർ ഇലക്ഷന് നിൽക്കാതിരിക്കണം. അതായത് ബിഗ് ബോസ് അല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയമെന്ന് ഇവർക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. ഇവർക്ക് ഒരു ഔദ്യോഗിക പദവി ഒന്നും 2020-ലാണെങ്കിലും BJP-യിലാണെങ്കിലും ഇനി കൊടുക്കുമോ? കാരണം കൊടുക്കാനാണെങ്കിൽ ആ പാർട്ടിയിലുള്ള ഇത്രയും കാലം കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഒരു പദവിയില്ലാത്ത ആൾക്കാർക്കുണ്ട്, അവർക്ക് വേണം ആദ്യം കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പദവി കാര്യങ്ങളോ ഒന്നും കൊടുക്കാനുള്ള സാധ്യതയില്ല. ഇനി അടുത്ത ഇലക്ഷൻ വരുന്ന നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നത് 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഇവർക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് താരങ്ങൾ കൂടുതൽ ആളുകൾ മത്സരിക്കാൻ വേണ്ടി വന്നിരുന്നു, അവരൊക്കെ അസാധുവായി പോയതുകൊണ്ട് കൂടുതൽ പരിക്കുണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അഖിൽമാരാറാണ് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നിന്നത്. അവൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മൊട്ടേറിന് നല്ല രീതിയിൽ അഖിൽമാരാറെ ട്രോളി ഏറിൽ കയറ്റിയിരിക്കുകയാണ്. അഖിൽമാരാറ് മുന്നിൽ വരുന്നത് മൊട്ടേറിന് വാർത്ത വായിക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചത് ഓൻ എന്തിൻ്റെ ബേസിൽ പറഞ്ഞു തന്നതിനൊക്കെ എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നത്. ഇത്രയും അധികം വിഡ്ഢികളായി മാറാൻ മനുഷ്യന്മാർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിവേ ഇതുപോലൊരവസ്ഥ ഒരു സെലിബ്രിറ്റികൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈ ഒരു വലിയ ദുരന്തം ഇതോടുകൂടി അവസാനിക്കട്ടെ. ഇനി ഒരു ബിഗ് ബോസ് താരങ്ങളും ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ മുതിരാതിരിക്കട്ടെ. ഇതിൽ നേട്ടം ഉണ്ടാക്കിയത് പിഷാരടി തന്നെയാണ്. പിഷാരടി നോക്കുക, നൈസിൽ വളരെ ബ്രില്യൻ്റായിട്ട് പിഷാരടി പ്ലേ ചെയ്തു. രാഷ്ട്രീയത്തിൽ വലിയ സജീവമല്ലായിരുന്നു, കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ സജീവമാവുന്നു. എനിക്ക് ഈ പറഞ്ഞ സിനിമയിലോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലോ ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ കഴിയില്ല, ചെയ്താലും വലിയ രീതിയിൽ ശോഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം രാഷ്ട്രീയത്തിലോട്ട് വരുന്നു. കറക്റ്റ് ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അദ്ദേഹം MLA ആവുന്നു. ഒരുപക്ഷെ വല്ല സിനിമാ മന്ത്രി പോലും ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. മറ്റുള്ള പഹയന്മാർ ഈ കലാഫീൽഡിൽ നിന്ന് വന്നവരാരും രാഷ്ട്രീയത്തിൽ അത്ര ശോഭിച്ചിട്ടില്ല. ഗണേഷ് കുമാർ പോലും തോക്കുന്ന രീതിയിൽ. നമ്മുടെ മണ്ഡലം ചടയമംഗലമാണ്. ചടയമംഗലത്ത് ഇഞ്ചുറാണി തോറ്റു. നിങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ ആരാണ് ജയിച്ചത്? നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളാണോ ജയിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു റിസൾട്ടിനെ കാണുന്നത്? ഈ പ്രമുഖ ബിഗ് ബോസ് താരങ്ങളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അതുമായി വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാം.